ഹലോ, ഇന്ന് ബീഫിൻ്റെ ബോട്ടി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കിലോ ബീഫിൻ്റെ ബോട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കനമുള്ളതാണ്, നല്ല വൃത്തിയുള്ള ബോട്ടിയാണ് കേട്ടോ. നെയ്യൊക്കെ കുറവായതുകൊണ്ട് നല്ല ബോട്ടിയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകണം. അത് വെള്ളം ചേരാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വെള്ളം ചോർത്തിയെടുക്കണം കേട്ടോ. അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കുറച്ച് ഉലുവയും കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി ചതക്കണമെന്നില്ല, അതിന് നല്ല വെന്ത് വരും. അത് ഞാനൊരു കുക്കർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബോട്ടി ഇട്ടിട്ട് പിന്നെ കൊച്ചുള്ളി ഇഞ്ചി ചതച്ചും ചെയ്ത് വെളുത്തുള്ളി കഴുകി വെച്ചിട്ടുള്ള ഉലുവയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. പാകത്തിന് ഇപ്പം മുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ടെടുക്കട്ടെ. നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ടത് വെച്ചാൽ അത്ര അനുസരിച്ച് ഇട്ടെടുക്കുക. ഞാൻ അവസാനം കുരുമുളക് പൊടിയും കൂടെ ഇടൂല, അപ്പോൾ എരിവ് പാകം ഉണ്ടാവും വെച്ചിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് വേവുള്ള വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. നന്നായി വേവണം. ബീഫിൻ്റെ പൊട്ടി ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടാവും. അത്യാവശ്യം നന്നായി വേവണം, നല്ല വേവുണ്ടാവും. കുറേ ഇതൊരു 12 വിസിലടിച്ചോളം വെക്കണം. ഞാൻ അതിലേക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി കുറച്ച് അരിഞ്ഞതും അതിലേക്ക് ഇട്ടെടുത്ത് അതൊന്ന് കളറ് മാറോളം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ കളറ് മാറിയിട്ടേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടെടുക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ച ബോട്ടിയും കൂടെ ഇട്ടെടുക്കണം കേട്ടോ. ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ കുരുമുളക് നൈസായി പൊടിച്ച കുരുമുളക് നന്നായി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളക് അതൊന്ന് തൂവി കൊടുക്കണം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫിൻ്റെ ബോട്ടി റെഡി ആയിട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.